2 ലക്ഷം രൂപ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അതും വാങ്ങിയേ ഞാൻ തിരിച്ചു പോവൂ എന്ന് പ്രതാപവർമ്മ സുമിത്രയോട്. അവിടെ എത്തുന്ന ചന്ദ്രികയും സോമൻ പിള്ളയും മനീഷ് ലൈലയെ ഏൽപ്പിച്ച് 2 ലക്ഷം തിരികെ കൊടുത്ത് പ്രതാപവർമ്മയുടെ പ്രശ്നം പരിഹരിക്കുന്നു. നന്ദന കൊടുത്ത പണമെന്ന് കള്ളം പറഞ്ഞാണ് മനീഷ് ലൈലയെ പണം ഏൽപ്പിച്ചതെന്ന് പറയുന്ന ചന്ദ്രിക. അനിലയ്ക്ക് വേണ്ടി ചെലവാക്കിയ പണത്തിന്റെ കണക്കുമായി തങ്കപ്പനാശാരി സുമിത്രയുടെ മുന്നിൽ. അനിലയെയും കുട്ടിയെയും പനക്കൽ വീട്ടിൽ കൊണ്ടുവിടുമെന്ന ഭീഷണിയുമായി തങ്കപ്പനാശാരി പോകുന്നു. ഇനി തുടർന്ന് കാണുക. അതെങ്ങനെയുണ്ട് പ്രഭാര? തരക്കേടില്ല. അഞ്ചലിലാണ് പെൺകുട്ടിയുടെ വീട്. ഈ അഞ്ചലെന്ന് പറയുമ്പോ കൊല്ലം ജില്ലയിൽ? അതെ. അതെ, ഇനി കാസർഗോഡായാലും നമുക്കിണങ്ങുന്ന പാർട്ടിയാണെങ്കിൽ ആലോചിക്കണം. ചായ കുടിച്ചിട്ട് ബാക്കി നോക്കാം. നീ കുടിച്ചോ? പത്രത്തിൽ പരസ്യം കൊടുക്കുമ്പോഴും ഇത്രയും പേര് പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. ഈ മാട്രിമോണി കോളൊന്നും അധികാരം ശ്രദ്ധിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അതെ, കെട്ടുപ്രായ മക്കളുള്ളവരെല്ലാം പത്രം നോക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ പരസ്യം മോശമല്ലായിരുന്നേ. ഒറ്റ മകൻ, പാരമ്പര്യമുള്ള തറവാട്, സർക്കാർ ജോലി, വെളുത്ത നിറം, പ്രായം 29, സുന്ദരൻ, പുണർത നക്ഷത്രം. ആർക്കും വായിക്കുമ്പോഴേ ഒരാകർഷണം തോന്നും. ഇത് ലാസ്റ്റ് ശ്രമമാ. ഇതോടുകൂടി ഹരിപ്രസാദിന്റെ കല്യാണം നടക്കണം. നമ്മളെ പത്രത്തിൽ പരസ്യം കൊടുത്ത വിവരം ഹരി അറിയണ്ട. അല്ലെങ്കിൽ പിന്നെ അതും മതി ദേഷ്യപ്പെടാൻ. അതൊക്കെ അവന് കുറച്ചില്ല. എന്തു കുറച്ചില്? നീ കണ്ടില്ലേ, 4 പേജ് മുഴുവൻ വിവാഹ പരസ്യങ്ങളാ. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർ ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് പത്രത്തിൽ പരസ്യം കൊടുത്തിരിക്കുക. പിന്നെ 50 വയസ്സിന് മേൽ പ്രായമുള്ള നല്ല വല്ല പാർട്ടി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കായിരുന്നു. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട, വയസ്സുകാലത്ത് വല്ല പെണ്ണുങ്ങളുടെയും ചവിട്ടുകൊണ്ട് നടുകൊടിയണ്ട. അതാ അച്ചുതട്ടാ നല്ലത്. ആരൊക്കെ ഫോൺ വിളിച്ചിരുന്നില്ലേ? 7-8 കൂട്ടർ വിളിച്ചു. അതില് 1-2 കൊള്ളാം. അവനെ നമുക്ക് നാളത്തെ തപാലുകൂടി ഒന്ന് നോക്കാം. ഇനി ആളുകൾ കത്തയക്കാതിരിക്കില്ല. ഒരുപാട് ദൂരമുള്ളതൊന്നും പരിഗണിക്കണമെന്നില്ല. ഒന്ന് പോയി വരണമെങ്കിലും പ്രയാസമല്ലേ? അത് നോക്കണ്ടേട്ടാ. പെൺകുട്ടിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലേ, എത്ര ദൂരത്തുനിന്നായാലെന്താ? രേണുക പറഞ്ഞതാ ശരി. സ്റ്റേറ്റ് വിട്ടായാലും വേണ്ടുകല, കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതിയായിരുന്നു. മാർച്ച് മാസത്തിന് മുമ്പ് കല്യാണം നടക്കുമെന്ന് ജോർജിന് ഉറപ്പ് പറഞ്ഞിരിക്കല്ലേ? എനിക്ക് ഈ ജ്യോതിഷത്തിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞിരിക്കുക. ഓരോ ജ്യോത്സ്യനും ഓരോന്ന് പറയും, കല്യാണം മാത്രം നടക്കില്ല. ഇത്തവണ ശരിയാകൂടോ. 4-5 സുന്ദരൻ ആലോചനകളല്ലേ വന്നിരിക്കുന്നത്. ഒരെണ്ണം അങ്ങ് ഉറപ്പിക്കാം. ഇനി ഹരിപ്രസാദ് എന്നാ വരുന്നേ? അവനെ കൊണ്ട് പെണ്ണ് കാണാൻ പോണ്ടേ? നമ്മള് പറയുന്ന ഒരു പെണ്ണിനെ മാത്രമേ കാണാൻ പോകുന്നു വാശി പിടിച്ചിരിക്കല്ലേ അവൻ. അതടുത്ത തലവേദന. അതൊക്കെ അങ്ങനെ കിടക്കും. ഇപ്പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയെ കാണാൻ പോയെന്നിരിക്കട്ടെ, ഒരു തരത്തിലും അടുക്കാൻ പറ്റാത്ത പാർട്ടിയാണെങ്കിൽ ഈ കല്യാണം നടക്കുവോ? അപ്പൊ പിന്നെ വേറൊരെണ്ണത്തിനെ കാണണം. അന്നേരം അരിയുടെ കാലി പിടിക്കണം. അത് പിന്നെ എന്റെ ഡ്യൂട്ടി ആണല്ലോ. അവനൊന്ന് വിളിച്ചു നോക്കേ രേണുകെ, എന്ന് വരുമെന്നറിയാമല്ലോ. ഫോൺ അച്ഛനങ്ങ് വിളിച്ചൂടെ? അമ്മയുടെ ഇള്ളക്കുട്ടിയല്ലേ ഇപ്പോഴും അവൻ. നീ വിളിച്ചാ മതി. നമ്പർ എടുത്തു തരാം. കാള് പോകുന്നുണ്ട്. ഞാനാ ഹരി. എന്താ വിശേഷിച്ച്? എന്തെങ്കിലും വിശേഷം ഇല്ലെങ്കിൽ നിന്നെ വിളിച്ചൂടെ? അത് കൊള്ളാലോ. നീ ഇനി എന്നാ വീട്ടിലേക്ക് വരുന്നേ? വീട്ടിലേക്ക് വരാം. അതെന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ? അച്ഛനമ്മേനൊന്നും കാണണമെന്നില്ലേ? കഴിഞ്ഞ തിങ്കളാഴ്ചയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, തൃശ്ശൂരിലേക്ക് സ്ഥലം മാറ്റായിട്ട് പോകുമ്പോ ഒരു വാക്കുണ്ടായിരുന്നു, എല്ലാ ആഴ്ചയും വീട്ടിൽ വരാവുന്ന്.
അതൊക്കെ നീ അങ്ങ് മറന്നു. ആ പിന്നെ അച്യുതേട്ടൻ വീണ്ടും ചില ആലോചനകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹരി, കല്യാണത്തിന്റെ കാര്യ കേക്കണില്ലേ നീയെ? കല്യാണോ? ആർക്കാമേ? ആർക്കാണെന്നോ? ഹരി, ഞായറാഴ്ച ഇങ്ങ് വന്നേക്കണം. പെണ്ണ് കാണാൻ പോണം. ഞായറാഴ്ച വരാം. പെണ്ണ് കാണാൻ പോകുന്ന കാര്യമൊക്കെ വീട്ടിൽ വന്നിട്ട് ആലോചിക്കാം. ദേ, വേറൊന്നുമില്ലല്ലോ. എന്നാ ശരി. ഹരി, ഹലോ. എന്താ, എന്തു പറ്റി? പെണ്ണ് കാണലൊക്കെ പിന്നെ ആലോചിക്കാന്ന്. പിന്നെ അവൻ മലക്കം പറയാനുള്ള പരിപാടിയാണോ? ഡേ, എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. സാരമില്ല പ്രഭാകര, അവൻ ചുമ്മാ ഇവളെ ഒന്ന് അരിശം പിടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ആ, അപ്പോഴത്തേക്കിന് അത് ഗൗരവമായിട്ട് എടുക്കാതെ. എനിക്ക് പക്ഷേ അത് തമാശയായിട്ട് തോന്നുന്നില്ല. അതാ ഞാനും പറഞ്ഞത്. പുതിയ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഒഴിഞ്ഞു മാറാൻ. എങ്കിൽ ഞാനൊരു ഉപായം കണ്ടുവച്ചിട്ടുണ്ട്. ഹരിയെ അനുനയിപ്പിക്കാൻ ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കാം. അതാരാ? നന്ദന. നന്ദനയോ? അതേന്ന്. അവള് പറഞ്ഞ ഹരി കേക്കാതിരിക്കില്ല. നമുക്ക് സമ്മതിപ്പിക്കാവുന്ന. സുമിത്ര പറഞ്ഞു തന്ന ഐഡിയയാ. എന്നാലും എന്തു പറ്റി? ഹരിയുടെ കാര്യത്തിൽ വീണ്ടും നന്ദനെ ഇടപെടുത്തണോ? ഒരു തകരാറുമില്ല. അവര് ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് വന്ന് സംസാരിച്ചതിന്റെ ഗുണം നമ്മൾ കണ്ടതല്ലേ. നന്ദനെ അതിന്റെ പരുവം പോലെ കൈകാര്യം ചെയ്തോളും. ആ, പ്രഭാകരൻ എന്തു തോന്നുന്നു? ആ, ഹരി വരട്ടെ, നോക്കാം നമുക്ക്. ശരിയാക്കാവുന്നേ. എന്താ ഏട്ടാ ജംഗ്ഷനിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് നേരത്തെ പോന്നേ? ഓ, വെറുതെ മൂക്കിന് കിടക്കാവുന്നേ ഉള്ളൂ ചന്ദ്രികയെ. ഉച്ച കഴിഞ്ഞ് ഒരൊറ്റ സവാരി ആകെ കിട്ടിയത്. എന്നാ പിന്നെ സന്ധ്യയ്ക്ക് മുമ്പ് വണ്ടി അങ്ങ് ഒതുക്കിയേക്കാന്ന് അങ്ങ് വിചാരിച്ചു. മോളെ, ചായ. മനീഷിനെ പിന്നെ റോഡിലെങ്ങാനും ചേട്ടൻ കണ്ടോ? ഇല്ല. ഇങ്ങോട്ട് വന്നോ? ഇവിടെ വന്നില്ല. അല്ല ഏട്ടാ, അവൻ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ എവിടെ ചെന്ന് നിൽക്കുമെന്നാ? എവിടെ ചെന്ന് നിൽക്കും ചന്ദ്രികയെ? അതല്ലേ ഞാനും ചോദിച്ചത്. എങ്ങനെ വിശ്വസിക്കും മനുഷ്യനെ? ഒരു ചെറുപ്പക്കാരനാകുമ്പോ ചെലവുകൾ കാണും. അതിനുവേണ്ടി 10 100 പോട്ടെ 500 രൂപ ആയിക്കോട്ടെ, കണ്ണി കണ്ട എടുത്തെന്ന് വരും. ഇത് അതുപോലാണോ? രൂപയെ 2 ലക്ഷം അടിച്ചു മാറ്റിയത്. അത്രയും വലിയ തുക അലക്ഷ്യമായിട്ട് സുമിത്ര വയ്ക്കാൻ പാടുണ്ടോ? അതല്ലല്ലോ പ്രശ്നം. വഴി കിടന്നെന്ന് പറഞ്ഞാലും ഇത്രയും രൂപ എടുക്കാന്ന് പറഞ്ഞാല് അത് കള്ളത്തരവാ. ആ, നമ്മുടെ മോളുടെ കയ്യിലും ഉണ്ട് ചന്ദ്രികയെ തെറ്റ്. അവളാ പൈസ വാങ്ങിച്ചു വെച്ചില്ലേ? ഞാൻ അറിഞ്ഞില്ല അതിങ്ങനെ കുഴപ്പമുള്ള കാശാണെന്ന്. നന്ദേച്ചി ഏൽപ്പിച്ച പണമാണെന്നാ മനീഷേട്ടൻ എന്നോട് പറഞ്ഞത്. 2 ലക്ഷം രൂപ ചുമ്മാ ആരെങ്കിലും അങ്ങനെ ഏൽപ്പിക്കുവോ? അത്രയും ബുദ്ധി പോയില്ലേ നിനക്ക്? എത്രയോ ലക്ഷം രൂപ മുടക്കിയ അവർ തറവാട് സ്ഥലവും വാങ്ങിച്ചു കൊടുത്തത്. കൂട്ടത്തിൽ പൈസയും കൊടുത്തെന്ന് ഞാൻ കരുതി. ആ, അതും ശരിയാ. എന്നാലും അത് വാങ്ങിച്ചു വെക്കുമ്പോ ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നു. സംശയം തോന്നിയപ്പോ ഞാൻ പറഞ്ഞില്ലേ അമ്മേ? എന്ത് സംശയാ മോൾക്ക് തോന്നിയത്? ആ പണത്തിന്റെ കാര്യത്തിൽ എന്തോ ഒളിച്ചുകളി ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. തൽക്കാലം നിങ്ങളോട് പോലും ഒന്നും പറയണ്ടെന്നാ മനീഷയുടെ സൂചിപ്പിച്ചിരുന്നത്. തക്ക സമയത്ത് നീ ഞങ്ങളെ വിവരം അറിയിച്ചത് നന്നായി. അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാരും വിവരം അറിഞ്ഞേനെ. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് മനീഷിന്റെ വിഷയത്തിൽ മറിച്ചൊന്ന് ആലോചിക്കണമെന്നാ എനിക്ക് തോന്നുന്നത്. സൂക്ഷിച്ചും കണ്ടു ഓരോന്ന് ചെയ്തില്ലെങ്കിൽ നാളെ നമ്മുടെ കയ്യിൽ നിന്നില്ലെന്നും വരും. നിങ്ങൾ അവളെ നോക്കണ്ട. ലൈല കേൾക്കാനാ ഞാൻ ഈ പറയുന്നത്. ഇത്രയും നാള് മനീഷിന്റെ കാര്യത്തിൽ ഞങ്ങൾ നിന്റെ കൂടെ നിന്നു. കൊച്ചു കൊച്ചു കുരുത്തക്കേടുകള് കണ്ടില്ലാന്ന് ഭാവിച്ചു. ഇത് പക്ഷെ അങ്ങനല്ല. അവര് തമ്മിൽ സ്നേഹിച്ചു പോയതല്ല ചന്ദ്രികയെ. സ്നേഹിച്ചു എന്ന് വെച്ച് മനീഷ് എന്ത് കാണിച്ചാലും അതിന് സൈഡ് കൊടുക്കുന്നതാണോ സ്നേഹം?
അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുന്നത് മനുഷ്യന്റെ കാര്യത്തിലല്ല, കന്നുകാലികളുടെ കാര്യത്തിൽ പറയുന്ന പഴഞ്ചൊല്ല. ചുരുക്കത്തിൽ മോൾ എന്ത് ചെയ്യണമെന്നാ ചന്ദ്രിക പറയുന്നത്? മനീഷിനെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അവൾ തീരുമാനിക്കട്ടെ. എനിക്കൊരു തീരുമാനമുണ്ട്. എന്താ മോളെ? മനീഷേട്ടൻ എന്നെ കല്യാണം കഴിക്കാത്ത എന്താന്ന് ചോദിച്ചുകൊണ്ട് അച്ഛനും അമ്മയും പലതവണ പനിക്കൽ പോയി. ഇനി ആ പോക്ക് വേണ്ട. എന്റെ മാത്രം ആവശ്യമല്ലല്ലോ കല്യാണം. ചന്ദ്രിക കേട്ടോ പറയുന്നത്? കല്യാണക്കാരെ സംസാരിക്കാനായി ഇനി ഇവിടുന്ന് ആരും പനിക്കിലേക്ക് പോകുന്നില്ല. മനീഷേട്ടനും അമ്മയോ ഇങ്ങോട്ട് വരുന്നുണ്ടോന്ന് അറിയട്ടെ. ചന്ദ്രികെ, ആരും വന്നില്ലെങ്കിലോ? അത് പിന്നീട് ആലോചിക്കാം. അത് മതി. ആ മോളെ നിക്കടി, അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. ഈ മോളെ ഡീ. ഒന്ന് നിന്നേ. പതുങ്ങി പതുങ്ങി നീ എങ്ങോട്ടാ? അതിനാര് പതുങ്ങി? ഞാൻ ഓക്കെ അമ്മേ. പിന്നെ ആദ്യമായിട്ടല്ലേ ഞാൻ ഇയാളെ കാണുന്നത്. ഇത് കുറെ കടുപ്പാ മനുഷ്യേ. ഇങ്ങനെ മനുഷ്യനെ തീ തീറ്റിക്കല്ലേ. അമ്മ എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്തെ? ഒരുപാട് കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു, ഒക്കെ പോയില്ലേ? എന്ത് കാൽക്കുലേഷൻസാ? ആ പ്രതാപവർമ്മയുടെ പൈസയുടെ കാര്യം തന്നെ. ഓ 2 ലക്ഷം രൂപയാ അയാൾക്ക് ചുമ്മാ കൊണ്ട് വാക്കിലിട്ട് കൊടുത്തത്. അത് അയാളുടെ പൈസയല്ലേ? ആയിരുന്നു പറ. ഇവിടെ കൊണ്ട് വച്ചിട്ട് പോയതോടെ ആ 2 ലക്ഷം രൂപ നമ്മുടെ പൈസ ആയില്ലേ? അത് പിന്നെ കൊടുക്കേണ്ട കാര്യം എന്താ? വല്ലവരുടെയും കാശ് കണ്ടോണ്ടാണോ നീ കണക്കൂട്ടൽ നടത്തുന്നേ? അയാൾ പോലീസിനെ വിളിക്കാൻ തുടങ്ങിയത് നീ കണ്ടതല്ലേ? അത് വെറും പടക്കവാ. ആ പാർട്ടിയെ വേണമെങ്കിൽ നമുക്ക് കള്ളക്കേസ് കൊടുക്കായിരുന്നു. ഹോ, അത്രയും പൈസയും കയ്യിലിരുന്നേനെ. നാണം ഉണ്ടോടാ നിനക്കിത് പറയാൻ? നാണക്കേട് മാറ്റാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് പണം. നന്ദന ഇത് വല്ലതും അറിഞ്ഞാ എന്താവൂന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? നന്ദേച്ച് എന്തറിയാനാ? പ്രതാപവർമ്മയും പുള്ളിക്കാരും തമ്മിലേ നല്ല ടേംസിലൊന്നും അല്ല. ഇനി അമ്മയായിട്ടൊന്നും അറിയിക്കാണ്ടിരുന്നാ മതി. അറിയുന്നോ ഇല്ലെന്നുള്ളതല്ല കാര്യം. ഇനി ഇവിടത്തെ രീതിക്ക് മാറ്റം വന്നേ പറ്റൂ. എന്നേക്കുമായി നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടിയതാ. ഇനി ഈ വീട് നഷ്ടപ്പെടുന്നതിനെ പറ്റി ഓർക്കാൻ പോലും എനിക്ക് വയ്യ. അതെ, വീടും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാ മതിയോ? നീറ്റായിട്ട് ജീവിക്കണ്ടേ? ഓ, വല്ലവന്റെ കാശ് പിടിച്ചു പറിച്ചിട്ടാണോടാ നീറ്റായിട്ട് ജീവിക്കുന്നേ? ഓ, ഈ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞെന്താ മനസ്സിലാവാത്തെ? നീ പറയുന്നത് മാത്രമല്ല ചെയ്യുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ വീട്ടിൽ കുടിച്ചിട്ട് വരാൻ പറ്റില്ല. മനീഷിനോടാ പറഞ്ഞത്. ഇനി കള്ളു കുടിച്ചിട്ട് ഇവിടെ കയറി പോവരുത്. എടാ, ഓ കേട്ടു. കേട്ടാ പോരാ, അനുസരിക്കണം. നോക്കാന്നോ? നിന്റെ പഴയ പരിപാടി ഇനി ഇവിടെ നടക്കില്ല മനുഷ്യ. ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ എന്റെ കാര്യങ്ങൾക്ക് അമ്മ എതിരെ നിന്നാലുണ്ടല്ലോ, ഞാൻ തോന്നിയ പോലെ ജീവിക്കും. മനുഷ്യ, കുടുംബ വീട്ടിൽ തിരിച്ചു വന്നു വെച്ച് അമ്മ പഴയ പത്രാസൊന്നും എടുക്കണ്ട. എല്ലാവർക്കും അറിയാം എങ്ങനെ ഇങ്ങോട്ട് വീണ്ടും വന്നതെന്ന്. അതെ, അമ്മയെ ഇടയ്ക്ക് അതൊക്കെ ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ആരെ വാതിലിടം വെച്ചു. അതിന്റെ അമ്മ. ഈശ്വര, എടാ, വെറുതെ ഇങ്ങനെ മറിച്ചു നോക്കാനല്ല, ഓരോന്നിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനാണ് നിന്റെ കയ്യിലോട്ട് തന്നത്.
പലതും നല്ല പ്രപ്പോസൽസാ. ജോലിക്ക് ഒരാളെ എടുക്കുന്ന കാര്യം കൂടി ആലോചിക്കാവുന്നതാണ്. മനസ്സിലായില്ല? അല്ല, ഇത്ര അപേക്ഷകള് സോർട്ട് ചെയ്യാനും വായിച്ച് മനസ്സിലാക്കാനും ഒരാളെ നിയമിക്കുന്നത് നല്ലതാ. അച്ഛനെന്തിനാ പത്രത്തിൽ പരസ്യം കൊടുത്തേ? പത്രപരസ്യോ? എടാ, ഇത് അച്യുതേട്ടൻ ഓരോ പരിചയക്കാരോട് പറഞ്ഞിട്ട്. കള്ളം പറയണ്ട അച്ഛാ. ഞാൻ കണ്ടു മേശപ്പുറത്ത് പത്രത്തിന്റെ കോപ്പി. എന്റെ കണ്ണിപ്പെടാതെ മാറ്റിവെക്കാൻ മറന്നുല്ലേ? വിവാഹപന്തിയിൽ ഒരു അറിയിപ്പ് കൊടുക്കുന്നത് നാണക്കേടുള്ള കാര്യമൊന്നും അല്ല. അല്ലെങ്കിലും വീട്ടുപേരോ ആളിന്റെ പേരോ ഒന്നും പറഞ്ഞില്ലല്ലോ. പോസ്റ്റ് ബോക്സ് നമ്പരേ വച്ചിട്ടുള്ളൂ. അതിന് ഇയാൾ ഒരു ഇഷ്യൂ ആക്കണ്ട. നമുക്ക് ചേർന്ന ചില നല്ല ആലോചനകൾ ആ കൂട്ടത്തിലുണ്ട് ഹരി. നീ ശ്രദ്ധിച്ചില്ലേ? വേണോന്നുള്ള വിചാരത്തോടെയാണോ അവൻ നോക്കുന്നത്? ഒന്ന് മിണ്ടാതിരുന്നാട്ടെ. ഏറ്റവും താല്പര്യം തോന്നുന്നത് ഏതാണെന്ന് അവൻ പറയും. എന്നിട്ട് ആ കുട്ടിയെ പോയി കാണാം. ബാക്കി കാര്യങ്ങൾ ഒത്തു വന്നാ ഉറപ്പിക്കാം. നാളെ നീ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഏതു കുട്ടിയെ കാണാനാ പോകുന്നതെന്ന് നീ പറയണം. അച്ഛനും അമ്മയ്ക്കും താല്പര്യം തോന്നുന്ന കേസ് ഏതാണോ അതങ്ങ് തീരുമാനിച്ചാൽ മതി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അടുത്തയാഴ്ച പെണ്ണ് കാണാൻ പോവാലോ. ഞാനെന്തിനാ വരുന്നത്? നിങ്ങൾ കണ്ട് ഫിക്സ് ചെയ്താൽ മതി. എന്ത് വർത്താനാ ഹരി ഇത്? എടി, ഇതാ ഞാൻ ഓരോന്ന് പറയുന്നത്. പെണ്ണ് കാണാൻ അച്ഛനും അമ്മയും പോയാൽ മതി പോലും. കല്യാണ ദിവസം ഇവൻ അത് തന്നെ പറയും. അച്ഛൻ പോയി മിന്നുകെട്ട്, അമ്മ ഹാരമണിക്ക് ഞാൻ വരുന്നില്ല എന്ന്. മനുഷ്യനെ ഒരുമാതിരി. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കുട്ടിയെ സ്വീകരിക്കാന്ന് ഞാൻ നേരത്തെ വാക്ക് തന്നല്ലേ അച്ഛാ? നിന്റെ കൂടെ ജീവിക്കേണ്ട പെൺകുട്ടിയെ കണ്ട് ബോധ്യപ്പെടേണ്ടത് നീയല്ലേ? കൂടെ ജീവിക്കാനോ? എടി, ഇവന്റെ മനസ്സിലിരിപ്പ് രേണുകെ ഇനി നിനക്ക് മനസ്സിലായില്ലേ? എങ്കിൽ ഞാൻ പറയാം. ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഇവന് വേണ്ടിയൊന്നുമല്ല, നമ്മളോട് കാണിക്കുന്ന ഒരു ഔദാര്യം. പെണ്ണ് കെട്ടി ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് ഇവനും ഇവന്റെ തൃശ്ശൂരേക്ക് അങ്ങ് പോകും. പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അതാ ഇവന്റെ പ്ലാൻ. ആ പാവം പെങ്കൊച്ചിന്റെ കണ്ണീര് നമ്മൾ കാണണം. അച്ഛനും അമ്മയ്ക്കും മോൻ തരാൻ പോകുന്ന ശിക്ഷ ഏത്? ഒന്ന് ആലോചനകളെല്ലാം കത്തിച്ചളയാൻ പോയ ഞാൻ. നീ തീപ്പെട്ടി എടുത്തേ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പോയി എടുത്തോളാം. അയ്യോ, ഒന്ന് നിന്നേ. നിങ്ങൾ അച്ഛനും മോനും കൂടി ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാ. മോനെ ഹരി, എന്തോ നാടാ ഇത്? അച്ഛൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പെൺകുട്ടി എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയോ? നിങ്ങൾ പോയി കാണണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എടാ, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം. നിനക്ക് പെണ്ണിനെ കാണണമെന്നില്ല. ഞങ്ങളുടെ സെലക്ഷൻ നീ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷെ ആ പെൺകുട്ടി നിന്നെപ്പോലെ വിശേഷപ്പെട്ട ജനസിൽപ്പെട്ടതൊന്നുമല്ല. അവൾക്ക് നിന്നെ കാണണ്ടേ? അത് അവളുടെ അവകാശമല്ലേ? അതിനെന്താ സാറിന്റെ മറുപടി? ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്താ പോരെ? ഗൾഫിലും മറ്റും ജോലിയുള്ള എത്രയോ പേരാ അങ്ങനെ കല്യാണം ഉറപ്പിക്കുന്നത്. ബെസ്റ്റ്. എന്നാ പിന്നെ കല്യാണം വീഡിയോ കോൺഫറൻസ് വഴി ആക്കിയാലോ? അങ്ങനെയും ചെയ്യാലോ. ഇത് ശരിയാവില്ല കേട്ടോ. നീ തീപ്പെട്ടി എടുക്കുന്നുണ്ടോ? അച്ഛൻ വാശി പിടിക്കാതെ, ഞാൻ വരാം. നിങ്ങൾക്ക് സമ്മതമാവുന്ന കുട്ടിയുമായിട്ടുള്ള കല്യാണം ഉറപ്പിക്കാൻ ഞാൻ വരാം. പെണ്ണ് കാണലും അന്ന് തന്നെ ആവാം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ നിനക്കിഷ്ടമായില്ലെങ്കിലോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഉറപ്പ്. എന്ത് കുറവുള്ള ആളാണെങ്കിലും എനിക്ക് സമ്മതമാണ്. ഈ വാക്ക് മാറില്ല. പോരെ? ചന്ദ്രികേ, ഇതാരാ വന്ന നോക്കിയേ. കേറി ഇരിക്കും മനുഷ്യേ. ഇതിനൊക്കെ ഇപ്പൊ എന്ത് വില ഇട്ടു വെച്ചാ? രാവിലെയും കൂടെ ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ മോന്റെ കാര്യം. ആ മനീഷോ, ഇരിക്കും മോനെ. ആവശ്യമില്ലാത്ത പരിപാടിയായി പോയി ഇന്നലെ കാണിച്ചത്. ആ 2 ലക്ഷം രൂപയുടെ കാര്യമാ. അതും കൊണ്ട് വീട്ടിലേക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഡേ, അതിനാണ് ആ പൈസ ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. ഞങ്ങൾ ആ പണം കൊണ്ട് അന്നേരം വന്നില്ലായിരുന്നെങ്കിലോ? അതെന്താ മനീഷ് ആലോചിക്കാത്തത്?
പോലീസിനെ വിളിക്കാൻ തുടങ്ങുമല്ലായിരുന്നോ ആ വർമ്മയെന്ന് പറയുന്ന ആള്? വെറും പടക്കുവാ. അയാൾ പോലീസിനെ വിളിക്കില്ല. പോലീസുകാർ വന്നാലേ ആദ്യം ചോദിക്കുന്നത് ഏത് വകയിലുള്ള കാശായിരുന്നെന്നാ. ആൾമാറാട്ടത്തിന് കൂട്ടുനിൽക്കാൻ അമ്മയ്ക്ക് കൈക്കൂലിയായിട്ട് കൊണ്ടുവന്നതാ 2 ലക്ഷം. അതിന് വർമ്മ സമാധാനം പറയണം. അത് അങ്ങേരുടെ കാര്യം. നമുക്ക് അർഹതപ്പെട്ട പണമല്ല, ഞങ്ങൾ അതേ ചിന്തിച്ചുള്ളൂ. ഒരാള് സോമൻ അസാല വച്ചു നീട്ടിയ പൈസ എടുത്തുനിന്ന് വെച്ച് ഒരു ദോഷവും വരാനില്ല. ആ ശരിയാ, അങ്ങനെ ചിന്തിക്കുമ്പോ. ഇവിടെ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇല്ല, ചിന്തിക്കുന്നില്ല. ആര് പറഞ്ഞു ചിന്തിക്കാൻ? ഇവര് വലിയ സത്യസന്ധത കാണിച്ചപ്പോഴേ കള്ളനായത് ഞാനാ. നീയും വലിയ മിടുക്കിയായി. എനിക്ക് ആ കാശ് ആരും അറിയാതെ അമക്കാമായിരുന്നു. ഇഷ്ടം പോലെ ദർബാർ അടിക്കായിരുന്നു. പകരം ചെയ്തതെന്താ? 2 ലക്ഷവും നിന്റെ കൈ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. എന്തിനാണെന്ന് ആലോചിച്ചോ? നമ്മുടെ ജീവിതത്തിനെ ഒരടുത്തര ഉണ്ടാവാൻ അത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചു. ലൈലയോടാ ഞാൻ പറയുന്നേ. കേൾക്കുന്നുണ്ട്. എന്നിട്ടാണോ ഒന്നും മിണ്ടാതെ മിഴുങ്ങി നിൽക്കുന്നത്? ഞാനും ആഗ്രഹിക്കുന്ന കാര്യ മനുഷ്യട്ടൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിന് അടിത്തറ ഉണ്ടാവണം. അത് പക്ഷെ വല്ലവരുടെയും പണം കൊണ്ട് വേണ്ട മനീഷേട്ടാ. അങ്ങനെ കെട്ടിയുണ്ടാക്കുന്ന അടിത്തറയ്ക്ക് ബലമൊന്നും ഉണ്ടാവില്ല. തത്വ ആദർശമൊക്കെ പറയാൻ കൊള്ളാം, കേൾക്കാൻ നല്ല സുഖമുണ്ട്. ജീവിക്കണമെങ്കിലേ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചാ മതിയോ? അങ്ങനെ മുന്നോട്ട് പോവാനാണോ മനുഷ്യന്റെ ഉദ്ദേശം? വേണ്ട, എന്നും ഇങ്ങനെ അരിഷ്ടിച്ച് കഴിയാം. പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാ. മനുഷ്യൻ എങ്ങനെയും കാശുണ്ടാക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കും. അങ്ങനെ കോടിക്കണക്കിന് സമ്പാദിക്കുന്നവരും ഉണ്ട്. അവരിൽ പലരും പക്ഷേ ജീവിതത്തിന്റെ ബാക്കി സമയം ചെലവഴിക്കുന്നത് ജയിലിനകത്തായിരിക്കും.